അള്ളാഹു നിങ്ങളെ അസൂയ കാരണം നിങ്ങൾ നരകാഗ്നിയുടെ വക്കിലായിരുന്നു. നിങ്ങൾ അള്ളാഹു തആല പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. കേട്ടോളൂ. അതുകൊണ്ടാണ് മനസ്സിന് അസൂയ പോകാൻ ഒരു മാർഗം അഫ്ശുസ്സലാമ ബൈനക്കും, പരസ്പരം ഉറക്കെ സലാം പറയാ, ഉറക്കെ സലാം അടക്കുക. അസ്സലാമു അലൈക്കും. ഒരാളുടെ തന്റെ നെഞ്ചിലേക്ക് ജമാഅത്തിൽ വേറൊരാളെ സ്വീകരിക്കുക. നിസ്കാരം കഴിയുമ്പോഴത്തിന് ഒരു ചാണിനേക്കാൾ അകലരുത്. അങ്ങനെയാണ് ഒരു ചാണ ചോട്ട മോനെ. അങ്ങനെയാണ് ഒരാളുടെ നിസ്കാരം അങ്ങനെ ആയിരിക്കണം. ഒരാളുടെ ജമാഅത്തൊക്കെ അങ്ങനെ ആയിരിക്കണം. എങ്ങനെ? ഇതാണ് നിർപ്പ്. അഥവാ ഒരു ചാണിനേക്കാൾ കൂടുതൽ രണ്ട് കാലിനിടയിൽ അകലുണ്ടാവാൻ പാടില്ല. അപ്പോൾ വേറൊരാൾ അങ്ങോട്ട് സ്വീകരിക്കേണ്ടി വരും. കാരണം കാലിൽ മണ്ണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെയും രണ്ട് ജനാഹ് ചിറകുകൾ ബാക്കിയാവും. ഒരു ചിറക് പോലെ ഇവിടെയും ബാക്കിയാവും. അത് ഓരോരുത്തരും വഹിക്കേണ്ടി വരും ജമാഅത്ത് നിസ്കാരത്തിൽ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഏത് വലിയ ശത്രുവാണെങ്കിലും ഒരു ജമാഅത്ത് കഴിയുമ്പോഴത്തേനും ശത്രുത തീരും. അതുകൊണ്ടാണ് യഹൂദികൾക്ക് നിങ്ങളോട് ജമാഅത്ത് നിസ്കാരത്തിൽ നടത്തുന്ന നിങ്ങളോട് അസൂയയാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ചില ആളുകൾ നിൽക്കുന്ന കണ്ടില്ല, ജമാഅത്തിനൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് കാല് വിടർത്തും. എന്തിന്? ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. മഹ്ശറിൽ ഇത്ര കിട്ടിയാൽ തന്നെ ജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസ്. ഇത്ര കിട്ടുള്ളൂ, ഇത്ര കിട്ടൂല. കാരണം ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ചെരുപ്പുണ്ട്. അത്ര കിട്ടൂല. 50,000 കൊല്ലം ഫാസമൻ വജദ മൗളിഅ ഖദമൈഹി, ഫാസമൻ വജദ മൗളിഅ ഖദമൈഹി. രണ്ട് കാല് വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ തന്നെ ജയിച്ചു പോയി. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീൻ. ഫാസ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി. ഇങ്ങോട്ട് നോക്ക്. ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി, ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി. രണ്ട് കാലിന്റെ കാല് കുത്താനുള്ള സ്ഥലം കിട്ടിയാലും ജയിച്ചു പോയി. അല്ലാഹുമ്മ ജഅൽനാ തഹ്ത ളില്ലി അർശിക യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക. اللهم اجعلنا تحت ظل عرشك، اللهم اجعلنا تحت ظل عرشك، اللهم اجعلنا تحت ظل عرشك يوم لا ظل إلا ظلك يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ആ ദിവസം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇപ്പൊ എന്തുണ്ടാവും? മഹ്ശറിലാകെ 50,000 കൊല്ലം ഇത്രേ കിട്ടൂ. ഇവിടെ നമ്മളോട് അള്ളാഹു നിവാരണം തന്നു, ഒരു ചാണ് ഒരു ഇത്ര വെച്ചോ, അതിനേക്കാൾ കൂട്ടരുത്. അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? എന്റെ വലഭാഗത്തെ ഞാൻ വേറൊരാളിലേക്ക് കയറ്റും, വേറൊരാളെ വലഭാഗത്തെ എന്നിലേക്ക് കയറ്റും. മനസ്സിലായില്ല? എന്റെ ഇത് വേറൊരാൾ വഹിക്കും, അയാളെ വലഭാഗം പറ ഞാൻ വഹിക്കും. അങ്ങനെ പോകും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരാളും ഒരു മഅ്മൂമും മാത്രമേ ഉള്ളുവെങ്കിലും അവിടെയും ശരീര സ്പർശം ഉണ്ടാകാൻ വേണ്ടിയാണ്. കാലുകൊണ്ട് പിണ്ടണം എന്നല്ല, മടമ്പ് കൊണ്ട് പിണ്ടണം. കാലുകൊണ്ടല്ല. എന്തുകൊണ്ടാ പിണ്ടേണ്ടത്? ഒരു മടമ്പ് ലേശം മടമ്പിന് വലിക്കുക. തന്നെ മടമ്പ് ഇങ്ങോട്ട് വലിക്കാം. പുസ്തകം ഞാൻ നിസ്കരിക്കാം. ഇത് മടമ്പ് കൊണ്ട് പിണ്ടി. അദ്ദേഹം ഇമാമ്, ഞാൻ മഅ്മൂമ്. ഇപ്പൊ ശരീരം സ്പർശിച്ചല്ലോ, അടുത്തിട്ടാണല്ലോ രണ്ടാളും. എന്തുകൊണ്ടേ പിന്തിയിട്ടുള്ളൂ? മടമ്പുകൊണ്ട്. ഇനി ഒരാൾ വന്നാൽ അയാളും അവിടെ മടമ്പുകൊണ്ട് പിന്തി. എന്നിട്ട് പിന്നെ രണ്ടാളും ഇങ്ങനെ നേരെ ബാക്കിലേക്ക് വലിഞ്ഞ് ഒരു ജമാഅത്തായി. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ വിടവ് കയറിയാൽ
സഫിന്റെ ഇടയിൽ വിടവുണ്ടാകുമ്പോൾ വിടവിന്റെ ഇടയിലൂടെ ശൈത്താൻ തലയിടുന്നത് ഞാൻ കാണുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തൊക്കെയാപ്പോ? ഒന്ന് വഹ്ദത്ത്, ഒന്ന് ഇയാളും ഞാനും തമ്മില് സഹപ്രവർത്തകന്മാരല്ലേ, മിക്കവാറും എന്തുണ്ടാവും? ഉറപ്പന്നെയാണ്. മിക്കവാറും സഹപ്രവർത്തകന്മാരാവുമ്പോ എന്തുണ്ടാവും? ആ ദേഷ്യ അസൂയ ഉണ്ടായതുകൊണ്ട് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ തന്നെ ഇയാളെ തടി ഞാൻ പകുതി ചുമന്നുകൊണ്ട് നടക്കുക, ഒരു ദിവസം 5 വഖത്ത്, പിന്നെന്ത് ശത്രുതയാ? ഇനിയിപ്പോ സാരല്ല പോട്ടെ. ഒരു ദിവസത്തെ ജമാഅത്ത് കഴിയുമ്പോഴത്തിന് അതാണ് ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3 അയ്യാം. 15 വഖത്ത് ജമാഅത്ത് വഹിച്ചു, 3 ദിവസത്തേക്കാൾ കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ മറ്റൊരു മുസ്ലിമിന് പാടില്ല. നിങ്ങൾ ചിന്തിക്ക്. അസൂയ പോകാനുള്ള പണി ധാരാളുണ്ട്, അത് ചെയ്യൂല. ജമാഅത്തിൽ വന്നാൽ പോലും അടുത്തേക്ക് നിൽക്കുന്ന പറഞ്ഞാൽ അടുത്തേക്ക് ഇങ്ങോട്ട് നിൽക്കൂല. വല്ലാത്തൊരു ശല്യാണ്. ഇന്ന് ഈ വെള്ളിയാഴ്ച നോമ്പ്, എന്നിട്ടും ചില ആളുകൾ എന്ത് ജമാഅത്താണ് അങ്ങനെ. ഇന്നലെ ഞാൻ കണ്ടു, ഇതെന്ത് ജമാഅത്ത? 5 മിനിറ്റ് 4 മിനിറ്റ് മതി ഇങ്ങനെ. മഹ്ശറിൽ 50,000 കൊല്ലം. ഫാസമൻ വജദ മൗളിഅ ഖദമൈഹി, ഫാസമൻ വജദ മൗളിഅ ഖദമൈഹി. 2 കാല് കുത്താൻ സ്ഥലം കിട്ടിയാലും നീ ജയിച്ചു എന്ന് ഹബീബായ നബി. പഠിച്ചവനെ അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹദീസ് ലാ യജ്തമിഉ ഫീ ഖൽബി മുഅ്മിനിൻ അൽ-ഈമാനു വൽ ഹസദു. ഏതൊരു മുസ്ലിമിന്റെ മനസ്സിലും ഈമാനും ഹസദും ഒരുമിച്ച് കൂടുകയില്ല. ഖാല റസൂലുള്ളാഹി. ഹസദ് എന്നാൽ വേറൊരാളെ ഉപദ്രവിക്കുന്ന ഹസദ്. അതെന്ത് അങ്ങനെ പറയാ? എന്തെങ്കിലും ഒരു വാക്ക് പറയാ. ഉള്ളിൽ തന്റെ ഒരു ഈഗോ ഉണ്ടാവും, ഞാൻ മോശമായല്ലോ. അത് അള്ളാഹിനോട് പറയാ. അള്ളാഹു നട്ടപ്പാതിരക്ക് പറയുന്നുണ്ടല്ലോ, ചോദിക്കാനുള്ളൊരു ചോദിച്ചോളൂ, ഞാൻ തരും. എപ്പോ പറയും? നട്ടപ്പാതിരക്ക്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമാ. നട്ടപ്പാതിരക്ക് എണീറ്റിട്ട് റബ്ബിനോട് പറയാം, റബ്ബേ എന്റെ ഫീൽഡിൽ ഞാൻ പരാജയപ്പെടുക, എന്റെ പിന്നാലെ വന്നവരൊക്കെ ജയിക്കാണ് റബ്ബേ, വഷളായി പോകരുത് റബ്ബേ. اللهم لا تفضحنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة. ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പോലത്തവരെ മുന്നിൽ ഞങ്ങൾ വഷളാകരുതേ റബ്ബേ. സുന്നത്തായ ദുആ. മനസ്സിലായി? നമ്മൾക്ക് ഉള്ള സ്ഥാനമൊക്കെയാണ് പോയിട്ട് നമ്മളൊന്നുമല്ലാതെയാകുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഹസദും ഈമാനും ഒരു ഖൽബിൽ ഒരുമിച്ച് കൂടുലാണ് ഹബീബ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, കാദൽ ഫഖറു അൻ യകൂന കുഫ്റ കാദൽ ഹസദു അൻ യഗ്ലിബൽ ഖദ്റ. ഖദറിനെ ജയിക്കാൻ കഴിയുന്ന ഒരു സാധനം ഹസദാണ്. അങ്ങനെയാണ്. ഹസദിനെ എന്തിനേയും ജയിക്കാൻ കഴിയും. കാദൽ ഹസദു അൻ യഗ്ലിബൽ ഖദ്റ. ഖദറിനെ പോലും ജയിക്കാൻ ആർക്ക് കഴിയും? ഹസദിന് കഴിയും. ഭയങ്കര അങ്ങനെയാ. ചിന്തിക്ക്. അൽ-ഉലമാഉ യദ്ഖുലൂന അൻ-നാറ ഖബല അൽ-ഹിസാബി ബിൽ-ഹസദി. ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു ഉമറ ഖാല. ആലിമീങ്ങൾ ഹിസാബ് കൂടാതെ നരകത്തിൽ കടക്കുന്നത് ഹസദ് കൊണ്ടായിരിക്കും. മുസ്തഫ നബി പറഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു വിഭാഗം ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ഒരു വിഭാഗം ആളുകളെ ഹിസാബില്ലാതെ നരകത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഹസദ് കൊണ്ട്. മുസ്തഫ നബി പറഞ്ഞതാണ്, റഹ്മത്തുള്ള പറഞ്ഞതല്ലേ. അള്ളാഹു റഹ്മത്തുള്ളാനടക്കം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ റബ്ബേ, അള്ളാഹു കാക്കട്ടെ. ഇതൊന്ന് ചിന്തിക്കുക, എന്താ പറഞ്ഞത്? ഭയങ്കര വാക്ക. ആലിമീങ്ങൾ, അൽ-ഉലമാ ഒരു വിഭാഗം ആലിമീങ്ങൾ, എല്ലാവരും എന്നല്ല, യദ്ഖുലൂന അൻ-നാറ ഖബല അൽ-ഹിസാബി ബിൽ-ഹസദി. ഉലമാക്കളിൽ വലിയൊരു വിഭാഗം ഹസദ് കാരണം ഹിസാബ് പോലും ഇല്ലാതെ അവരെ